നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. അന്ത്യം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ. ഏറെ നാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. ഡയാലിസിസ് ചെയ്യാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയതാണ്. തൃപ്പൂണിത്തുറ എത്തിയപ്പോൾ ആരോഗ്യനില മോശമാവുകയായിരുന്നു. ഭാര്യ വിമല ഒപ്പമുണ്ടായിരുന്നു. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രതിഭയാണ് അദ്ദേഹം. 200-ലേറെ സിനിമകളിൽ അഭിനയിച്ചു. 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിനാണ് അന്ത്യമായത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ ചിരിയുടെ മേമ്പൊടിയോടെ അവതരിപ്പിക്കാൻ ശ്രീനിവാസൻ സവിശേഷമായ കഴിവുണ്ടായിരുന്നു. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും നാടോടിക്കാറ്റും സന്ദേശവും വടക്കുനോക്കി യന്ത്രവും തലേണ മന്ത്രവും ഒന്നും മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകില്ല. 5 തവണ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിന്താവിഷ്ടയായ ശ്യാമള, വടക്കുനോക്കി യന്ത്രം എന്നീ ചിത്രങ്ങൾക്ക് ദേശീയ പുരസ്കാരങ്ങളും കിട്ടി. 48 വർഷം നീണ്ട സിനിമാ ജീവിതമാണ് അദ്ദേഹത്തിന്റേത്. അന്ത്യം 69-ാം വയസ്സിൽ. 200ഓളം സിനിമകളാണ് വേഷമിട്ടത്. സിനിമയിൽ നർമ്മത്തിന് പുതുഭാവം നൽകിയ വ്യക്തിയാണ് അദ്ദേഹം. അഭിനയം, സംവിധാനം, തിരക്കഥ തുടങ്ങി സിനിമയുടെ സമസ്ത മേഖലയിലും പ്രതിഭ തെളിയിച്ച വ്യക്തിയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. മലയാള സിനിമയിലെ ബഹുമുഖ പ്രതിഭയായിരുന്ന ശ്രീനിവാസന്റെ നിര്യാണത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അനുശോചനം രേഖപ്പെടുത്തി. അഭിനയ കലയിൽ സൗന്ദര്യശാസ്ത്രത്തിന് യാതൊരു വിലയുമില്ലെന്ന് സ്വന്തം പ്രകടനത്തിലുള്ള ലോകത്തിന് കാട്ടിക്കൊടുത്ത നടനായിരുന്നു അദ്ദേഹമെന്ന് മന്ത്രി അനുസ്മരിച്ചു. സാധാരണക്കാരന്റെ ജീവിതം അർത്ഥവത്തായ രീതിയിൽ മലയാളി മനസ്സുകളിൽ പ്രതിഷ്ഠിച്ച ശ്രീനിവാസൻ കഥാപാത്രത്തോട് അത്രമാത്രം ഇണങ്ങി ജീവിച്ച കലാകാരനായിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സിനിമയിലെ മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ട് മലയാള സിനിമയെ അന്താരാഷ്ട്ര തലത്തിൽ വരെ ഉയർത്തിയ ഒന്നാണെന്നും മന്ത്രി പറഞ്ഞു. ആരെയും ആകർഷിക്കുന്ന കഥകൾ സൃഷ്ടിക്കാനും സംവിധായകൻ എന്ന നിലയിൽ മികച്ച മുദ്ര പതിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. മലയാള സിനിമയ്ക്ക് നികത്താനാവാത്ത തീരാ നഷ്ടമാണ് ശ്രീനിവാസന്റെ വിയോഗമെന്നും മന്ത്രി തന്റെ അനുശോചന സന്ദേശത്തിൽ വ്യക്തമാക്കി. നിലവിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയിലെ കൂലി ഇനത്തിലെ മുഴുവൻ തുകയും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നതെന്ന് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർലമെന്റ് പാസാക്കിയ തൊഴിലുറപ്പ് ഭേദഗതി ബില്ലിലെ VBG റാംജി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി അയച്ച കത്തിലാണ് മുഴുവൻ കൂലിയും കേന്ദ്ര സർക്കാരാണ് നൽകുന്നതെന്ന് സമ്മതിച്ചിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ തുക നൽകുന്നത് സംസ്ഥാന സർക്കാർ എന്നാണ് ഏറെക്കാലമായി CPM പ്രചരിപ്പിച്ചിരുന്നത്. നിലവിലുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കൂലി ഇനത്തിലെ മുഴുവൻ തുകയും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നതെന്നും പുതിയ ബില്ലിൽ കൂലി ഇനത്തിലുള്ള കേന്ദ്ര വിഹിതം 60% കുറയ്ക്കുന്നുണ്ടെന്നും കത്തിൽ പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ SIT കസ്റ്റഡിയിലുള്ള മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണന്റെ ഭാഗത്തുണ്ടായത് ഗുരുതര വീഴ്ചയെന്നും ചോദ്യം ചെയ്യാൻ ഇനിയും നിരവധി പേർ ബാക്കിയെന്നും രേഖകൾ. ചോദ്യം ചെയ്യലിൽ തന്റെ ഭാഗത്തുനിന്നും വീഴ്ചകൾ ഉണ്ടായതായി RG രാധാകൃഷ്ണൻ സമ്മതിച്ചതായാണ് അറിവ്. 2019 ജൂലൈ 20 ശബരിമല ശ്രീകോവിലിൽ നിന്നും ഇളക്കി 39 ദിവസത്തിന് ശേഷം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നതിന് മേൽനോട്ടം വഹിച്ചത് അന്നത്തെ തിരുവാഭരണ കമ്മീഷണറായ RG രാധാകൃഷ്ണനായിരുന്നു. 2019 ഓഗസ്റ്റ് 29 സ്മാർട്ട് ക്രിയേഷൻസിൽ ദ്വാരപാലക പാളികൾ ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ തൂക്കിയപ്പോൾ സന്നിധാനത്ത് തൂക്കിയതിനേക്കാൾ ഭാരം 4.541 കിലോ കുറവ് വ്യക്തമായിട്ടും അത് ഗവനിക്കാതിരുന്നത് ഗുരുതര വീഴ്ചയാണ്. അക്കാര്യത്തിൽ നടപടിയെടുത്തിരുന്നെങ്കിൽ സന്നിധാനത്ത് നിന്നും ഇളക്കിയ പാളികൾ തന്നെയാണോ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചതിൽ അന്നേ വ്യക്തത വരുമായിരുന്നു. എന്നിട്ടും രാധാകൃഷ്ണൻ അത് അവഗണിച്ചതായി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലും കുറ്റപ്പെടുത്തുന്നു. സ്വർണ്ണക്കൊള്ളക്കേസിൽ FIR, FIS, റിമാൻഡ് റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ EDക്ക് കൈമാറാനുള്ള കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവ് സർക്കാരിനേറ്റ തിരിച്ചടി. വിധി EDക്ക് അനുകൂലമായതോടെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് വളരെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഏതു വിധേന ED അന്വേഷണം തടയാൻ സർക്കാരും SITയും കോടതിയിൽ ശ്രമിച്ചത് കൂടുതൽ പ്രമുഖർ കേസിൽ കുടുങ്ങുന്നത് ഒഴിവാക്കാനാണ്. എന്നാൽ കേസിന് അന്തർസംസ്ഥാന ബന്ധവും അന്താരാഷ്ട്ര ബന്ധവും ഉള്ളതിനാൽ കള്ളപ്പണ ഇടപാട് സാധ്യത മുന്നിൽ കണ്ടാണ് ED കൊച്ചി സോണൽ ഓഫീസ് കേസ് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. ഇതിനായി പ്രഥമ വിവര റിപ്പോർട്ടും മൊഴിപ്പകർപ്പും അനുബന്ധ രേഖകളും തേടി ആദ്യം റാന്നി കോടതിയാണ് സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് കേസെന്ന് ചൂണ്ടിക്കാട്ടി രേഖകൾ കൈമാറാൻ റാന്നി കോടതി വിസമ്മതിച്ചു. തുടർന്നാണ് അന്വേഷണ അനുമതി തേടി ദേവസ്വം ഹൈക്കോടതി ബെഞ്ചിനെ സമീപിച്ചത്. അന്വേഷണത്തിന് അനുമതി കിട്ടിയതോടെ ED തുടർ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഫെമ ലംഘനം നടന്നില്ലെന്ന് വ്യക്തമാക്കി പിണറായി സർക്കാർ രംഗത്തെത്തിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ പിന്തുടർന്ന് ഇന്ത്യൻ സൈന്യം 850 കാമി കേസ് ഡ്രോണുകൾ സ്വന്തമാക്കാൻ തയ്യാറെടുക്കും.
നൽകുന്നു. 3 പ്രതിരോധ സേനകളെയും പ്രത്യേക സേനകളെയും സജ്ജമാക്കാൻ ഇവ ഉപയോഗിക്കും. ആയുധ സംഭരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഈ മാസം അവസാന ആഴ്ച നടക്കുന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന്റെ ഉന്നതതല യോഗത്തിൽ ഇതുടൻ അംഗീകരിക്കപ്പെടുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. സേനയുടെ ഫാസ്റ്റ് ട്രാക്ക് നടപടിക്രമങ്ങൾ പ്രകാരം നടപ്പിലാക്കുന്ന ഈ നിർദ്ദേശം അനുസരിച്ച് തദ്ദേശീയ സ്രോതസ്സുകളിൽ നിന്ന് ലോഞ്ചറുകൾ സഹിതം ഏകദേശം 850 യുദ്ധോപകരണങ്ങൾ സൈന്യം സ്വന്തമാക്കും. ഇത്തരത്തിലുള്ള യുദ്ധോപകരണങ്ങൾ ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്നുണ്ടെന്നും ഭാവിയിൽ ഏകദേശം 30,000 അത്തരം യുദ്ധോപകരണങ്ങൾ എല്ലാ പോരാട്ട സേനകളെയും സജ്ജമാക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പരമ്പരാഗത വൈദ്യശാസ്ത്രം ഒരു നിർണായക വഴിത്തിരിവിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകാരോഗ്യ സംഘടന ആയുഷ് മന്ത്രാലയവുമായി സഹകരിച്ച് ഭാരത മണ്ഡപത്തിൽ സംഘടിപ്പിച്ച 2ാമത് പരമ്പരാഗത വൈദ്യശാസ്ത്ര ആഗോള ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലോക ജനസംഖ്യയുടെ വലിയൊരു ഭാഗം വളരെ കാലമായി പരമ്പരാഗത വൈദ്യശാസ്ത്രത്തെ ആശ്രയിക്കുന്നു. എന്നാൽ അപാരമായ സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും അതിന് അർഹമായ സ്ഥാനം കിട്ടിയിട്ടില്ല. ശാസ്ത്രത്തിലൂടെ വിശ്വാസം നേടണം, അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കണം. ഈ ഉത്തരവാദിത്തം ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റേതല്ല, എല്ലാവരുടേതുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോകാരോഗ്യ സംഘടനയുടെ ദക്ഷിണപൂർവ്വ ഏഷ്യൻ മേഖല ഓഫീസ് സമുച്ചയം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്ന മൈ ആയുഷ് ഇന്റഗ്രേറ്റഡ് സർവീസസ് പോർട്ടൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ആയുഷ് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരത്തിനായുള്ള ആഗോള മാനദണ്ഡമായി വിഭാവനം ചെയ്ത ആയുഷ് മാർക്ക് പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു. യോഗ പരിശീലനത്തെക്കുറിച്ചുള്ള ലോകാരോഗ്യ സംഘടനയുടെ സാങ്കേതിക റിപ്പോർട്ടും പുസ്തകവും അശ്വഗന്ധയെക്കുറിച്ചുള്ള തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. സ്പീക്കറുടെ ചായ സൽക്കാരത്തിനിടെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള സംഭാഷണം ഏറെ ശ്രദ്ധേയമായി. പ്രിയങ്കയുടെ മണ്ഡലമായ വയനാട് കുറിച്ചാണ് ഇരുവരും പ്രധാനമായും സംസാരിച്ചത്. ദുരന്തം ഏറ്റുവാങ്ങിയ വയനാടിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്തെന്ന് മോദി പ്രിയങ്കയോട് ചോദിച്ചു. പുനരധിവാസ വിഷയങ്ങൾ ഉൾപ്പെടെ പ്രിയങ്ക ചൂണ്ടിക്കാട്ടി. ദുരന്തത്തിന് ശേഷമുള്ള വയനാട്ടിലെ സാഹചര്യങ്ങളും പ്രിയങ്ക പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു. താൻ മലയാളം പഠിക്കുകയാണെന്നും പ്രധാനമന്ത്രിയോട് പ്രിയങ്ക പറഞ്ഞു. അതിനിടെ കൊല്ലം എംപിയായ NK പ്രേമചന്ദ്രനെ നരേന്ദ്രമോദി പുകഴ്ത്തി. നന്നായി ഗൃഹപാഠം ചെയ്ത് സഭയിൽ വരുന്ന നേതാവാണ് പ്രേമചന്ദ്രൻ എന്നാണ് മോദി അഭിപ്രായപ്പെട്ടത്. പ്രക്ഷുബ്ധമായ പാർലമെന്റ് ശൈത്യകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞതിന് പിന്നാലെയാണ് ഭരണ പ്രതിപക്ഷ നേതാക്കളുടെ സൗഹൃദ സംഗമത്തിന് വേദിയായി സ്പീക്കറുടെ ചായ സൽക്കാരം മാറിയത്. ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനികളുടെ വിടവ് പരിഹരിക്കാൻ റഷ്യ ഒരു പ്രധാന കരാറിലൂടെ ഇന്ത്യക്ക് പുതുക്കിയ 3 ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ നൽകുമെന്ന് റഷ്യയുടെ വാഗ്ദാനം. $1 ബില്യൺ താഴെ വിലയുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ ഓഫർ ഇന്ത്യൻ നാവികസേനയുടെ കുറഞ്ഞുവരുന്ന അന്തർവാഹിനി കപ്പലുകളുടെ എണ്ണത്തിന് പരിഹാരം നൽകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ന്യൂഡൽഹി സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് റഷ്യൻ നിർദ്ദേശം. 2028ഓടെ ഒരു ആണവശക്തിയുള്ള അകുല ക്ലാസ് ആക്രമണ അന്തർവാഹിനി പട്ടത്തിനെടുക്കുമെന്ന വാഗ്ദാനവും പുടിന്റെ സന്ദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് താവളങ്ങൾക്ക് നേരെ അമേരിക്കയുടെ വ്യോമാക്രമണം. IS അംഗങ്ങളെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ആയുധ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുന്നതിനായി US സൈന്യം സിറിയയിൽ ഓപ്പറേഷൻ ഹോക്കോയി സ്ട്രൈക്ക് ആരംഭിച്ചതായി പെന്റഗൺ മേധാവി സാമൂഹ്യ മാധ്യമങ്ങളോട് അറിയിച്ചു. 2 സൈനികരടക്കം 3 US കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ തിരിച്ചടി. നിരവധി IS ഭീകരരെ വധിച്ചതായും പ്രതികാര നടപടികൾ തുടരുമെന്നും അമേരിക്ക അറിയിച്ചു. മധ്യ സിറിയയിലെ 70ഓളം IS കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് അമേരിക്ക വൻ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട്. കൂടുതൽ ആക്രമണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാമെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഡിസംബർ 13-ന് US സേനയ്ക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ 2 സൈനികരും ഒരു അമേരിക്കൻ പൗരനും കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തങ്ങളുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകുമെന്ന് പ്രവാസത്തിലുള്ള ബലൂചിസ്ഥാൻ സർക്കാർ പ്രഖ്യാപിച്ചു. പാക് അടിച്ചമർത്തലിനെ ഭയന്ന് ഈ സർക്കാരിന്റെ പ്രതിനിധികൾ വിവിധ രാജ്യങ്ങളിൽ താമസിക്കുകയാണ്. 2026-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബലൂചിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബലൂചി ദസ്തർ കൃതജ്ഞതയുടെയും ഐക്യദാർഢ്യത്തിന്റെയും ശാശ്വത സൗഹൃദത്തിന്റെയും പ്രതീകമായി നൽകുമെന്ന് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ അഭിമാനത്തോടെ പ്രഖ്യാപിക്കുന്നുവെന്ന് ബലൂചിസ്ഥാൻ നേതാവ് മിർയാർ ബലൂച്ച് എക്സിൽ കുറിച്ചു. ബലൂചി ദസ്തർ വെറുമൊരു അവാർഡ് മാത്രമല്ല, ബലൂചിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണിത്. വിശ്വാസത്തിന്റെയും തകർക്കാനാവാത്ത സൗഹൃദത്തിന്റെയും ശാശ്വത സാഹോദര്യത്തിന്റെയും പവിത്രമായ പ്രതീകമാണിത്. അന്തസ്സോടെയും അഭിമാനത്തോടെയും ധരിക്കുന്ന പരമ്പരാഗത ബലൂചി തലപ്പാവ് ബലൂചി രാജ്യത്തിന്റെ കഷ്ടപ്പാടുകളും സ്വപ്നങ്ങളും ന്യായമായ പോരാട്ടത്തിലും ഉറച്ചു നിൽക്കുന്ന അപൂർവ വ്യക്തികൾക്ക് മാത്രമേ നൽകൂ എന്നും മിർയാർ ബലൂച്ച് പറഞ്ഞു.